ശബരിമല ദർശനത്തിനെത്തിയ യുവതികളെ പ്രതിഷേധക്കാർ നീലിമലയിൽ തടഞ്ഞു. കണ്ണൂർ സ്വദേശിനി രേഷ്മ നിശാന്ത്, സാജില എന്നിവരാണ് എത്തിയത്. ദർശനം നടത്താതെ തിരിച്ചു പോകില്ലെന്ന് യുവതികൾ അറിയിച്ചു. യുവതികളെ തടഞ്ഞ 5 പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങളുമായി അഭിറാം ചേരുകയാണ്. അഭിറാം, ഇപ്പോഴും പ്രതിഷേധക്കാർ നീലിമലയിൽ അടക്കം തുടരുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത്? വിശദാംശങ്ങൾ. തീർച്ചയായും ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുന്നുണ്ട്. വലിയ തോതിലുള്ള ഒരു സംഘം തന്നെ ഇവിടെ സംഘടിച്ചിട്ടുണ്ട്. തുടർന്നാണ് ഇവരിവിടെ ഈ ഒരു പ്രബോധനപരമായ മുദ്രാവാക്യം അടക്കമുള്ളവ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. ദർശനത്തെ 2 യുവതികൾക്കും ഇപ്പോൾ അകത്തേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല. ഇവരവിടെ തടഞ്ഞു വെച്ചേക്കുകയാണ്. ആദ്യം പമ്പയിലും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. തുടർന്ന് നീലിമയിലേക്ക് എത്തിയപ്പോഴാണ് കാര്യങ്ങൾ ഗുരുതരമായത്. ഒരു വലിയ സംഘം തന്നെ ഇവിടെ സംഘടിച്ചു നിൽക്കുകയും തുടർന്ന് ഇവിടേക്ക് പ്രവേശനമില്ല എന്ന് പറയുകയും ചെയ്യുകയായിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ സംഘത്തിൽ ഇത് എന്താണ്, ഏത് രീതിയിലുള്ള പ്രതിഷേധമാണെന്ന് മനസ്സിലാക്കാതെ ഇതര സംസ്ഥാനത്തിനെത്തിയ തീർത്ഥാടകരും ഇതിനകത്ത് പങ്കാളിയാണ് എന്നുള്ളതാണ്. ഇവരെ ഏത് രീതിയിലാണ് ഈ സമരം എന്ന് മനസ്സിലാക്കാതെ തന്നെ ഇതിനകത്ത് കൂടി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അതിൽ ഏറ്റവും മറ്റൊരു കാര്യം, ഇവിടെ എത്തുന്ന തീർത്ഥാടകർ ഇപ്പോൾ മുകളിലേക്ക് പോകാൻ കഴിയാത്ത കാര്യത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇവിടെ ഇവർ പ്രതിഷേധക്കാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശ്വാസികൾക്ക് അവിടെ കടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. വിശ്വാസികളെ പൂർണ്ണമായി ഇതിൽ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ്. മറ്റ് ദിവസങ്ങളിൽ ഉണ്ടായിരുന്നതിന് ഉപരിയായി ഇത്തവണ പൂർണ്ണമായി തന്നെ എല്ലാ റോഡ് മുഴുവനായി ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്കാണ് ഈ പ്രതിഷേധക്കാർ പോയത്. ഇവിടെ എത്തുന്ന യഥാർത്ഥ തീർത്ഥാടകർക്ക് പോലും അവിടേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ടാണ് ഇപ്പോൾ ഇവരെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ ആരും പോകണ്ട എന്ന നിലപാട് ഈ പ്രതിഷേധക്കാർ ഇപ്പോഴും പറയുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോഴും ഈ പ്രതിഷേധം തുടരുന്നുണ്ട്. ആർക്കും അവിടേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. ഇവിടെ നിലവിൽ യഥാർത്ഥ പോകുന്ന തീർത്ഥാടകർക്ക് വളരെ ചെറിയ വഴിയിലൂടെ മാത്രമാണ് ഇപ്പോൾ ദർശനത്തിനായി പോകാൻ വേണ്ടി കഴിയുന്നത്. ബാക്കി മുഴുവൻ വഴിയിൽ ഉപരോധിച്ച ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് മാറ്റുക സംബന്ധിച്ച തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. ഏത് രീതിയിലാണ് ഇവരെ മാറ്റേണ്ടത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. കാരണം ഇപ്പോൾ നട അടയ്ക്കാൻ 2-3 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയും നല്ല തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. വലിയ തന്നെ മലരടക്കമുള്ളവർ ഇവിടെ എത്തുന്നുമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നട തുറന്നതേ ഉള്ളൂ. തൊഴുത ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്, തൊഴുകാൻ വേണ്ട ആൾക്കാർ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് കാര്യങ്ങൾ പ്രശ്നത്തിലേക്ക് പോവുക എന്ന് സംബന്ധിച്ച് കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു വലിയ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന തീർത്ഥാടകരെ ഏത് രീതിയിൽ ബാധിക്കും എന്നതും ശ്രദ്ധേയമാണ്. അത്തരത്തിൽ നിലവിൽ തീർത്ഥാടകരെ ബാധിക്കാതെ മാത്രമായിരിക്കും ഈ പ്രശ്നം പോലീസ് കൈകാര്യം ചെയ്യുക. നമുക്കറിയാം, കഴിഞ്ഞ പല സമയങ്ങളിലും ഇത്തരം തടഞ്ഞപ്പോൾ മറ്റ് തീർത്ഥാടകരുടെ അവസ്ഥ കൂടി മാനിച്ചുകൊണ്ട് ഇവിടെ തൊഴിലാൻ വന്ന യുവതികളെ തിരിച്ചയക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെയാണെന്ന് സംബന്ധിച്ച കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും ഉണ്ട്. മറ്റ് തീർത്ഥാടകർക്ക് അടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ അറിയാതെ ഈ പ്രതിഷേധത്തിന്റെ പങ്കാളിയാകുന്ന ഇതര സംസ്ഥാന തീർത്ഥാടകരുമുണ്ട്. എന്തായാലും ഇപ്പോഴും യുവതികൾക്ക് പോകാൻ കഴിഞ്ഞില്ല. നീലിമലയിൽ തടഞ്ഞു വെച്ചേക്കുന്നു. മറ്റ് തീർത്ഥാടകരടക്കം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ്. അഭിറാം, അതിനോടൊപ്പം തന്നെ ഈ 2 സ്ത്രീകൾ ഒറ്റയ്ക്കാണോ, അതോ ഇവർക്കൊപ്പം തന്നെ പുരുഷന്മാരും അടങ്ങുന്ന ഒരു സംഘമായിട്ടാണോ ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത്? അതിനോടൊപ്പം തന്നെ നീലിമലയിലെ ഒരു പ്രതിഷേധക്കാരിൽ ഇതര സംസ്ഥാനക്കാരുടെ പ്രാതിനിധ്യം എത്രത്തോളമുണ്ട്? അതിന്റെ കൂടി വിശദാംശങ്ങൾ. തീർച്ചയായും കൃഷി, ഇവർ 2 പേര് മാത്രമല്ല, ഒരു സംഘമായി തന്നെയാണ് ഇവർ എത്തിയത്. ഇവരുടെ സംഘത്തെ പൂർണ്ണമായി തന്നെ ഇപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ആർക്കും പ്രവേശനം നൽകുന്നില്ല. ഈ സംഘത്തിലുള്ള പുരുഷന്മാർക്ക് നേരെ വലിയ തോതിലുള്ള അസഭ്യവർഷമാണ് ഈ പ്രതിഷേധക്കാർ നടത്തുന്നത്. ഇവരെ കയ്യേറ്റം ചെയ്യാൻ വരെ ഒരു വേളയിൽ മുതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് കൃത്യമായി തന്നെ ഇടപെട്ടുകൊണ്ട് ഇവരുടെ സുരക്ഷ ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഈ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകർ ഇതിൽ കുടുങ്ങി പോകുന്നതാണ്. കാരണം എന്ത് രീതിയിലുള്ള പ്രതിഷേധമാണെന്ന് അവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും അടക്കം എത്തുന്നവർക്ക് ഇതൊരു പ്രതിഷേധമാണെന്ന്, ഇത് സംഘപരിവാർ ആസൂത്രണം നടപ്പിലാക്കുന്ന ഒരു രീതിയാണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥയുണ്ട്. ഇവർ ഇതിൽ സാധാരണ നാമജപം പോലെ പങ്കാളിയാകുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം അവർക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു പ്രതിഷേധമാണ് എന്ന രീതിയിൽ മനസ്സിലാക്കുമ്പോൾ അവർ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. അത്തരത്തിൽ ഇതര സംസ്ഥാനക്കാരുടെ ഒരു സ്ഥായിയായ കൂട്ടമല്ല. ഇവിടേക്ക് എത്തുന്ന ആൾക്കാർ അല്പപ്പോളായി സംഘത്തിൽ കൂടുന്നു. കാര്യം മനസ്സിലാക്കുമ്പോൾ തിരിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു സാധ്യമാണ് ഇതര സംസ്ഥാനക്കാർക്കുള്ളത്. പക്ഷെ കൃത്യമായി തന്നെ ആസൂത്രണം ചെയ്ത് ചില സംഘപരിവാർക്കാർ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. കാരണം അത്തരത്തിൽ ഇതിൽ കഴിഞ്ഞ പലതവണയും ഉണ്ടായിരുന്ന പോലെ തന്നെ കൃത്യമായി തന്നെ സംഘപരിവാറിന്റെ പ്രവർത്തകരും നേതാക്കളും ഉണ്ടോ എന്നത് പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും ഇവർ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇവർക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ പ്രതിഷേധക്കാരുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തൊഴുത് തിരികെ പോകുന്ന ഇതര സംസ്ഥാനക്കാരും മറ്റും ഈ ഒരു ഇതിൽ
പങ്കാളിയാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു തിരക്ക് മാത്രമാണത്. അതിനുശേഷം അവിടെ നിന്ന് അവർ പോകുകയും ചെയ്യുന്നുണ്ട്. ബിറാൻ, നമുക്കറിയാം തുലാമാസ പൂജകൾക്കായാലും ചിത്രാട്ട വിശേഷത്തിന്റെ സമയത്തായാലും എല്ലാം പ്രതിഷേധം അതിന്റെ പൂർണ്ണതയിലെത്തിയത് നടപ്പന്തലിലായിരുന്നു. അതുകൊണ്ട് തന്നെ നടപ്പന്തലിൽ ഏതെങ്കിലും തരത്തിൽ കർമ്മസമിതി പ്രവർത്തകരോ മറ്റോ അണിനിരക്കുന്ന ഒരു സാഹചര്യമുണ്ടോ? വിശദാംശങ്ങൾ. ഇവിടെ നേരത്തെ തന്നെ ഇത്തരമൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. ഇന്ന് യുവതികൾ എത്തുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അത് കണക്കിലെടുത്ത് തന്നെ വലിയ തോതിൽ തന്നെ ഇവർ ഇവിടെ സംഘടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ പരിസരത്ത് സംഘടന പൂർണ്ണമായും പിരിഞ്ഞു പോയിട്ടില്ല എന്ന് തന്നെയായിരുന്നു. മറ്റ് കടകളിലും അതുപോലെ തന്നെ മെസ് അടക്കമുള്ള ഇടങ്ങളിൽ സംഘപരിവാറിന്റെ പ്രവർത്തകർക്ക് ഇപ്പോഴും ഇവിടെ കടന്നുകൂടി ഇവിടെ പണിയെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഇവർ ഇപ്പോഴും ഇവിടെ സംഘപരിവാറിന് പ്രതിഷേധം സംഘടിപ്പിക്കുകയാണെങ്കിൽ കുറച്ച് ആൾക്കാരെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ആ ഒരു അവസ്ഥ മുതലെടുത്തുകൊണ്ട് തന്നെ അതുപോലെ തന്നെ മറ്റ് പല ആൾക്കാരെയും ഇവിടെ തിരികെ കയറ്റിക്കൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ പുരോഗമിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇതര സംസ്ഥാനത്തിൽ നിന്ന് നടത്തുന്ന ഭക്തരടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഒരു സംഘത്തിൽ ഇവർ ചേർക്കുന്നുണ്ട്. എന്തായാലും ഈ ഇവിടെ ഇപ്പോഴും ഈ യുവതികൾ കടന്നു വെച്ചേക്കുന്നു. പ്രതിഷേധക്കാർ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതെന്ന് അല്പം മാറി കുറച്ച് മുന്നിലേക്ക് ഇപ്പോൾ ഇവർ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഭഗവാനകരമായ മുദ്രാവാക്യം അടക്കമുള്ളവർ വിളിക്കുന്നത്. ഈ നിലവിൽ എന്തായാലും പോലീസ് സംഘർഷത്തിലെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. കാരണം തീർത്ഥാടകർ നട അടയ്ക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിർത്തിയ വലിയ തോതിൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കേണ്ട എന്ന നിലപാട് തന്നെയാണ് പോലീസിനുള്ളത്. കാരണം ഈ ഒരു വലിയ പ്രതിഷേധ സംഘത്തിനെ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സാധാരണക്കാരായ തീർത്ഥാടകർക്കാണ് ഉണ്ടാവുക. അത് തീർച്ചയായും ഇത്തവണ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു തീരുമാനം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത്. അപ്പോൾ ഏത് രീതിയിലാണ് ഇവരുടെ സുരക്ഷ ഒരുക്കുക എന്ന് സംബന്ധിച്ചും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനിയും വരും നിമിഷങ്ങളിലെ പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. എന്തായാലും പ്രതിഷേധക്കാർ ഇവിടെ തന്നെയുണ്ട്. അവർ ഇപ്പോഴും പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ അടക്കമുള്ള വിളിച്ചുകൊണ്ട് തന്നെ ഇവിടെ സംഘർഷം നിൽപ്പുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ ഇവിടേക്ക് എത്തുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ തീർത്ഥാടകർക്ക് ഇപ്പോഴും ദർശനത്തിന് അവിടേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു എന്നതും ശ്രദ്ധേയമാണ്. കാരണം പൂർണ്ണമായി തന്നെ വഴി അടച്ചുകൊണ്ടുള്ള ഉപരോധത്തിലേക്കാണ് ഇത്തവണ പ്രതിഷേധക്കാർ പോയത്. വഴി പൂർണ്ണമായി അടച്ചതോടെ ഇവിടേക്ക് എത്തുന്ന തീർത്ഥാടകർക്ക് ഇവിടേക്ക് എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പോലീസ് കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഇവർക്ക് വഴി ഒരുക്കുന്നുമുണ്ട്. ഒരു ചെറിയ വഴിയിലൂടെ മാത്രമാണ് ഇവർക്ക് നേരത്തെ പോകാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. ഈ പ്രദേശം പൂർണ്ണമായി തന്നെ ഈ പ്രതിഷേധക്കാർ കൈയടക്കി വയ്ക്കുകയും മറ്റ് ആരെയും ഇവിടെ കടക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തൊരു അവസ്ഥയുണ്ടായത്. അതിൽ ഏറെ നേരം കാത്തു നിന്നാണ് പല തീർത്ഥാടകരും ഇവിടെ നിന്ന് മല കയറിയത്. പോലീസിന്റെ ഇടപെടൽ കൊണ്ട് മല കയറിയത്. ഈ സംഘം ഈ പ്രതിഷേധ സംഘം ഇപ്പോഴും ഇവിടെ സംഭടിച്ചിട്ടുണ്ട്. പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. ഇവിടേക്ക് സ്ത്രീകളെ കയറ്റാൻ അനുവദിക്കില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുമുണ്ട്. പക്ഷെ ഈ വന്ന യുവതികളുടെ കൃത്യമായ സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. അവർ സുരക്ഷിതരാണ്. മറ്റ് ബുദ്ധിമുട്ടൊന്നും അവർക്കില്ല. അവരുടെ കാര്യത്തിൽ എല്ലാ സുരക്ഷയും പോലീസ് ഒരുക്കുന്നുമുണ്ട്. അവരുടെ കൂടെ എത്തിയ പുരുഷന്മാർക്കും പോലീസ് സുരക്ഷ നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് നേരെയും പലപ്പോഴായി അസഭ്യവർഷവും കയ്യേറ്റ ശ്രമവും ഉണ്ടായിരുന്നു ഈ പരിസരക്കാരുടെ ഭാഗത്ത് നിന്ന്. പക്ഷേ അതെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് കൃത്യമായി തന്നെ അവരുടെ സുരക്ഷ ഒരുക്കിയതിലൂടെ മറ്റ് പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. എന്തായാലും ഈ സംഘടിച്ച് നിൽക്കുന്നവർ ഇപ്പോൾ നേരത്തെ നിന്ന് ഭാഗത്ത് നിന്ന് കുറച്ച് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം യുവതികളുടെ അടുത്ത് സംഘടിച്ചെത്തിയ സംഘത്തെ പോലീസ് തന്നെയാണ് ഇവിടെ നിന്ന് മുകളിലേക്ക് ബലപ്രയോഗിച്ച് മാറ്റിയതും. ഇപ്പോൾ അവർ അവിടെ കൂട്ടം കൂടിയിരുന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയാണ്. നിലവിൽ ഈ ഒരു അവസ്ഥയിൽ ഇവിടെ നിന്ന് സ്ത്രീകളെ മുന്നോട്ട് കയറ്റി അസാധ്യമാകും. ഒന്നുകിൽ ഈ പ്രതിഷേധക്കാരെ പൂർണ്ണമായി ഒഴിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. നല്ല തിരക്കുണ്ട്. അപ്പൊ അവരുടെ തിരക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഒരു സംയമനം എന്ന രീതിയിലേക്ക് പോലീസിന് പോകേണ്ടി വരുമായിരിക്കും. എന്തായാലും നിലവിൽ ഇതാണ് അവസ്ഥ. യുവതികളെ തടഞ്ഞു വെച്ചേക്കുന്നു. അവർക്ക് അവിടേക്ക് കടക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. പ്രതിഷേധ സംഘം ഭഗവതപരമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ അടക്കം ഇവിടെ വൻതോതിൽ സംഘടിച്ച് കേന്ദ്ര സംസ്ഥാനത്ത് തീർത്ഥാടകർ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ സംഘത്തിൽ ചേർക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് സംസ്ഥാനക്കാർ അവിടെ നിന്ന് തിരിഞ്ഞ് പോകുന്നുമുണ്ട്. ഈ വലിയ ആൾക്കൂട്ടം നിലവിലില്ല. ഈ ഒരു സ്ഥായിയായ ആൾക്കൂട്ടം, സ്ഥിരമായ ആൾക്കൂട്ടം ഉള്ളത് ഈ നേരത്തെ ഇവിടെ എത്തിയ സംഘപരിവാറിന്റെ പ്രവർത്തകർ മാത്രമാണ്. ബാക്കി ഉള്ള ആൾക്കൂട്ടങ്ങൾ ഇവിടെ ഈ ഒരു യാത്ര ശബരിമലയിലേക്കും തിരിച്ച് ദർശനം കഴിഞ്ഞ് പോകുമ്പോഴും ഈ ആൾക്കൂട്ടത്തിൽ അറിയാതെ കൂടുന്ന വിഭാഗം മാത്രമേ ഉള്ളൂ. മറ്റൊരു വലിയ ഉണ്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ പോലീസിന് കൂടുതൽ സങ്കീർണമാകും. കാരണം ഈ തീർത്ഥാടകരുടെ സുരക്ഷ വലിയ പ്രധാനമുള്ള കാര്യമാണ്. ഈ തീർത്ഥാടകർ സുരക്ഷ ഒരുക്കാതെ പോലീസിന് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അതിനാൽ തന്നെ ഇവിടെ എത്തുന്ന തീർത്ഥാടകരുടെ സുരക്ഷ മാത്രമാണ് പോലീസിന് ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് പോലീസ് ഏറ്റവും മുൻഗണനയോടെ കാണുന്ന വിഷയവും. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായിരിക്കും പോലീസ് നടപടി ഉണ്ടാവുക എന്ന് പറയാൻ വേണ്ടി കഴിയില്ല.
ഇത്തരമൊരു ഈ ഒരു സംഘത്തെ നീക്കം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന തീർത്ഥാടകരെ ബാധിക്കും എന്നത് സംബന്ധിച്ച കാര്യം ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ നിലവിൽ തീർത്ഥാടകർ തല്ലുകളുടെ ഇവിടെ നേരിടുന്നുണ്ട്. അത് പൂർണ്ണമായി തന്നെ റോഡ് അടച്ചുകൊണ്ടുള്ള ഉപരോധത്തിലേക്ക് കാര്യങ്ങൾ വലിയകൾ തന്നെ നേരിടുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏത് രീതിയിലാകും ഇത് കൈകാര്യം ചെയ്യാൻ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. എന്തായാലും നിലവിലെ അവസ്ഥയിൽ തന്നെയാണ് പ്രതിഷേധം കണക്കുന്നു. യുവതികളെ തടഞ്ഞു വെച്ചേക്കുന്നു. ഇവിടേക്ക് ഈ പ്രവേശിപ്പിക്കില്ല എന്ന വാശിയിൽ തന്നെ ഈ സംഘം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇതര സംസ്ഥാനക്കാരുടെ എണ്ണം ഇപ്പോൾ കുറവാണ്. കാരണം ഇവരെല്ലാം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നുണ്ട്. ഈ ഒരു സംഘപരിവാറിന്റെ എല്ലാം തന്നെ പ്രവർത്തകർ ഈ പ്രദേശത്ത് ഉണ്ട്. ഇവരെല്ലാം തന്നെ ഇവിടെ സംഘടിച്ച് നിൽക്കുന്നുമുണ്ട്. ഈ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ പ്രതിഷേധക്കാരടക്കമുള്ളവർ ഇവിടെ എത്തുന്നുണ്ട്. എന്തായാലും ഈ പ്രതിഷേധം ഇപ്പോഴും രൂക്ഷമാണ്. അവർ തന്നെ സംഘടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. എല്ലാ തരത്തിലും ഈ പൂർണ്ണമായി തന്നെ വഴി അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ. എന്തായാലും ഇത് തന്നെയാണ് അവസ്ഥ. വഴി മുടക്കിയിരിക്കുന്നു. അടക്കം ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു. ശബരിമലയിൽ ദർശനത്തിനെത്തിയ യുവതികളെ പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുകയാണ്. രശ്മ നിഷാന്ത്, സാജില എന്നിവരെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുന്നത്. ഏത് തരത്തിൽ ഇനി സുരക്ഷ ഒരുക്കണം, എന്തെല്ലാം നടപടികൾ ഇനി മുന്നോട്ട് സ്വീകരിക്കണമെന്നതിൽ ഇനിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് വ്യക്തത വരാനുണ്ട്. വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് അഭിറാമാണ്. ഇടവേള. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതായി അന്വേഷണ സംഘം. പോയവരെക്കുറിച്ചും കൊണ്ടുപോയവരെക്കുറിച്ചും സൂചന കിട്ടിയെന്ന് കൊച്ചി റേഞ്ച് ജി വിജയ് സഖറെ പറഞ്ഞു. അതേസമയം ബോട്ടിന്റെ ഉടമയായ തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറിനെ ചോദ്യം ചെയ്യലിന് ശേഷം കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട്. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചതായാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. മുനമ്പത്തെയും ചോറ്റാനിക്കരയിലെയും ലോഡ്ജുകളിൽ നടത്തിയ പരിശോധനയിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ മനുഷ്യക്കടത്ത് നടന്നുവെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പോയവരെക്കുറിച്ചും കൊണ്ടുപോയവരെക്കുറിച്ചും വ്യക്തമായ സൂചന കിട്ടിയെന്ന് ആലുവയിൽ ചേർന്ന യോഗത്തിന് ശേഷം കൊച്ചി റേഞ്ച് ഐ ജി വിജയ് സഖറെ പറഞ്ഞു. ആളുകൾ ഇന്ത്യൻ തീരം വിട്ടിരിക്കാമെന്നാണ് നിഗമനം. അന്തർദേശീയ ഏജൻസിയും അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഐ ജി വിജയ് സഖറെ അറിയിച്ചു. അതേസമയം ബോട്ടിന്റെ ഉടമയായ തിരുവനന്തപുരം സ്വദേശി അനിൽകുമാറിനെ പോലീസ് ചോദ്യം ചെയ്തു. പിന്നീട് ഇയാളെ കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട്. അനധികൃത കുടിയേറ്റം ഇയാളുടെ അറിവോടെയാണെങ്കിൽ അറസ്റ്റ് ഉണ്ടായേക്കും. ബോട്ട് വാങ്ങിയ ഇടനിലക്കാരനെയും പോലീസ് ചോദ്യം ചെയ്യും. താൻ കബളിപ്പിക്കപ്പെട്ടതാണെന്നാണ് അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ചോറ്റാനിക്കരയിൽ താമസിച്ചിരുന്നവർ ക്ഷേത്ര ദർശനം നടത്തിയിട്ടില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ അവരുടെ ലക്ഷ്യമെന്തായിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നു. ഡൽഹി കേന്ദ്രമായ വൻ മനുഷ്യക്കടത്ത് റാക്കറ്റാണോ സംഭവത്തിന് പിന്നിലെന്ന സംശയത്തെ തുടർന്ന് അന്വേഷണം ഡൽഹിയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ബോട്ട് കണ്ടെത്തുന്നതിനായി നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് നടത്തുന്ന തിരച്ചിൽ തുടരുകയാണ്. വിദേശത്ത് നിന്നും കടൽ മാർഗം കേരള തീരത്തേക്ക് നുഴഞ്ഞുകയറ്റം നടക്കാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. ഇതുവരെ ലഭിച്ച CCTV ദൃശ്യങ്ങളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ രാജ്യാന്തര തലത്തിൽ വിപുലീകരിച്ചാണ് അന്വേഷണം നീങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീപ്പിൾ എക്സ്ക്ലൂസീവ്. മുനമ്പം മനുഷ്യക്കടത്ത് സംഭവത്തിൽ ദില്ലിയിൽ നിന്നും പോയവരുടെ വീടുകളിൽ കേരള പോലീസ് തിരച്ചിൽ നടത്തി. ഓസ്ട്രേലിയയിലേക്ക് കടന്നുവെന്ന് സംശയിക്കുന്ന വിഷ്ണുകുമാറിന്റെ വീട്ടിലാണ് പോലീസ് തിരച്ചിൽ നടത്തിയത്. വിദേശത്തേക്ക് പോകുന്നതിനെക്കുറിച്ച് മകൻ സംസാരിച്ചിരുന്നതായി വിഷ്ണുവിന്റെ അച്ഛൻ പോലീസിന് മൊഴി നൽകി. ദില്ലി അംബേദ്കർ കോളനിയിൽ നിന്നും കുടുംബസമേതം ഓസ്ട്രേലിയയിലേക്ക് പോയതായി സംശയിക്കുന്ന കുമാറിന്റെ വീട്ടിലാണ് കേരള പോലീസ് തിരച്ചിൽ നടത്തിയത്. വിഷ്ണുവിന്റേതായ രേഖകളോ ഫോട്ടോയോ വീട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ അതേസമയം വിദേശത്തേക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് മകൻ അടുത്തിടെ പറഞ്ഞതായി വിഷ്ണുകുമാറിന്റെ അച്ഛൻ ഹനുമന്തപ്പ പോലീസിന് മൊഴി നൽകി. വിഷ്ണുവിന്റെ ഭാര്യയുടെ ബദർപൂരിലെ വസതിയിലും പോലീസ് പരിശോധന നടത്തി. ആലുവ SI സാബു മാത്യു, മേരിദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ 1 മണിക്കൂറിലേറെയാണ് കോളനിയിൽ പരിശോധന നടത്തിയത്. ദില്ലി കേന്ദ്രീകരിച്ച് സംഘം വരും ദിവസങ്ങളിലും അന്വേഷണം തുടരും. ദില്ലിയിൽ നിന്നുള്ളവരെ കേരളത്തിലെത്തിക്കാൻ സഹായിച്ച ആളുകളെ കണ്ടെത്തി അന്വേഷണം വിപുലീകരിക്കാനാണ് സംഘത്തിന്റെ തീരുമാനം. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമല ദർശനത്തിനെത്തിയ യുവതികളെ പ്രതിഷേധക്കാർ നീലിമലയിൽ തടഞ്ഞു. കണ്ണൂർ സ്വദേശിനി രശ്മ നിഷാന്ത്, ഷാനില എന്നിവരാണ് എത്തിയത്. ദർശനം നടത്താതെ തിരിച്ചു പോകില്ലെന്ന് യുവതികൾ അറിയിച്ചു. യുവതികളെ തടഞ്ഞ പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിശദാംശങ്ങൾ നൽകാൻ റിനു ശ്രീധർ ചേരുകയാണ്. റിനു, കഴിഞ്ഞ 2.5 മണിക്കൂറുകളായി തുടരുന്നതുപോലെ തന്നെ പോലീസ് വലയത്തിൽ തന്നെ യുവതികൾ തുടരുകയാണോ? കുറച്ചെങ്കിലും മുന്നോട്ട് നീങ്ങാനുള്ള സാഹചര്യം ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിലവിൽ ഏത് തരത്തിലാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. ക്രിസ്റ്റി, ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയാണ് സന്നിധാനത്തേക്ക് മല ചവിട്ടുവാൻ വേണ്ടി 2
രണ്ട് യുവതികൾ എത്തിയത് എന്നുള്ളതാണ്. ഇവർ എത്തുമ്പോൾ പമ്പയിലോ അല്ലെങ്കിൽ പരിസര പ്രദേശത്തോ ഒന്നും തന്നെ യാതൊരുവിധ പ്രതിഷേധവും ഉണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ യുവതികൾ എത്തുമ്പോൾ പമ്പയിലാണ് ആദ്യം പ്രതിഷേധം ഉണ്ടാകുക എന്ന അത്തരത്തിലൊരു പ്രതിഷേധമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ധൈര്യത്തിൽ തന്നെ അവർ മുന്നോട്ട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ നീലിമല, പമ്പയ്ക്ക് തൊട്ട് മുകളിലായുള്ള നീലിമല കടക്കുമ്പോഴേക്കും ഒരു സംഘം തടയുന്ന ഒരു പ്രതിഷേധം വിളിച്ചുകൊണ്ട് തടയുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. കണ്ണൂർ സ്വദേശികളായ രണ്ടുപേരാണ് എത്തിയിട്ടുള്ളത്. ഈ തടയാൻ ശ്രമിച്ച 5 പേരെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. എങ്കിൽ പോലും വലിയൊരു സാന്നിധ്യം തടയുന്ന പ്രതിഷേധക്കാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രതിഷേധം ഇപ്പോൾ തുടരുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 5 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റുള്ളവരെയും അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിവരം. കുട്ടികളെ ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് കുട്ടികളെ ഉൾപ്പെടെയുള്ളവരെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. 5 പേർ ഇതിനോടകം കസ്റ്റഡിയിലെടുത്തു. നമുക്കറിയാം കണ്ണൂർ സ്വദേശികളായ 2 പേരാണ് എത്തിയിട്ടുള്ളത്. പോലീസ് ആദ്യമൊന്നും പോലീസ് ഇത്തരത്തിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുവാനോ ഒന്നും തന്നെ മുന്നോട്ട് വന്നിരുന്നില്ല. കാരണം യാതൊരുവിധ പ്രതിഷേധവും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ മറ്റു രീതിയിൽ നീലിമലയിൽ കടക്കുമ്പോഴേക്കാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധം ഉണ്ടാകുന്നത്. പോലീസ് സുരക്ഷ ഉറപ്പ് നൽകിയതായി അവർ പറയുന്നുണ്ട്. അവർ മല ചവിട്ടിയിട്ടേ തിരികെ മടങ്ങൂ എന്നുള്ള ഒരു കാര്യമാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഒരു കാരണവശാലും തിരികെ പോകില്ല, ഉറപ്പായും ശബരിമല മല ചവിട്ടിയിട്ടേ പോകൂ എന്നുള്ള ഒരു കാര്യമാണ് അവർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. മുൻപും ദർശനം നടത്തിയതായിട്ട് അതിലൊരു യുവതിയായ രേഷ്മ പറയുന്നുണ്ട്. ഞാൻ നേരത്തെയും ദർശനം നടത്തിയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ ദർശനം നടത്താതെ പോകില്ല എന്നുള്ളൊരു കാര്യവും അവർ പറയുന്നുണ്ട്. വ്രതം നോറ്റാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, ഞങ്ങൾ ഭക്തരാണ്, അല്ലാതെ ആക്ടിവിസ്റ്റുകളല്ല, ഞങ്ങൾ ഭക്തരാണ് എന്നുള്ള ഒരു കാര്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. യാതൊരു രീതിയിലുള്ള പ്രതിഷേധമോ ഒന്നും ഉണ്ടാക്കരുത്, ഞങ്ങൾ അയ്യപ്പ ഭക്തരായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അയ്യപ്പനെ കാണേണ്ടതുണ്ട്, കണ്ടതിന് ശേഷമേ ഞങ്ങൾ മടങ്ങൂ, പോലീസ് കൃത്യമായി ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം എന്നുള്ളൊരു കാര്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ക്രിസ്റ്റി, വ്യക്തമാണ് റിനു. ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളെ പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുകയാണ്. ആലപ്പാട് ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗമാണ് ചേരുന്നത്. വൈകിട്ട് 3-ന് ഉന്നത ഉദ്യോഗസ്ഥരുടെയും 4-ന് ജനപ്രതിനിധികളുടെയും യോഗം ചേരും. മുഖ്യമന്ത്രിക്ക് പുറമെ വ്യവസായ മന്ത്രി ഇ.പി. ജയരാജനും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയും യോഗത്തിൽ പങ്കെടുക്കും. കൊല്ലത്തു നിന്നുള്ള എംഎൽഎമാർ, എംപിമാർ, ജില്ലാ കളക്ടർ, പഞ്ചായത്ത് ബ്ലോക്ക് അംഗങ്ങൾ എന്നിവരെയും യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത തരത്തിലാണോ ഖനനമെന്നത് യോഗം പരിശോധിക്കും. ആലപ്പാട്ടെ ഖനനം സംബന്ധിച്ച നിയമസഭാ പരിസ്ഥിതി സമിതി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കുന്നതിന്റെ സാധ്യതകളും യോഗത്തിൽ ചർച്ചയാകും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പരിപാടിയിലും ജനപ്രതിനിധികളെ ഒഴിവാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസ്. തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്ത്, എം പി ശശി തരൂർ, സ്ഥലം എംഎൽഎ വി എസ് ശിവകുമാർ എന്നിവരെയാണ് വേദിയിൽ നിന്നും ഒഴിവാക്കിയത്. ജനപ്രതിനിധികൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ പ്രതിഷേധം അറിയിച്ചു. വിവാദത്തിനിടെ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനമായ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലാണ് കൊല്ലത്തേതിന് സമാനമായി ജനപ്രതിനിധികളെ അവഹേളിക്കുന്ന നടപടി പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്വീകരിച്ചത്. തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്ത്, എം പി ശശി തരൂർ, സ്ഥലം എംഎൽഎ വി എസ് ശിവകുമാർ എന്നിവരെയാണ് വേദിയിൽ നിന്നും ഒഴിവാക്കിയത്. പ്രധാനമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിയപ്പോൾ സ്വീകരിച്ചതിനുശേഷം ഇതേ തുടർന്ന് ഇവർ വേദി വിട്ടു. ചടങ്ങിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് ശരിയായില്ലെന്നും അപമാനകരവും മര്യാദകേടുമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് കാണിച്ചതെന്നും ജനപ്രതിനിധികൾ പ്രതികരിച്ചു. റിവീൽ ചെയ്യുന്ന പരിപാടിയിൽ സ്ഥലം എംഎൽഎക്കും മേയറിനടക്കം സ്ഥാനമില്ല, പകരം ഒരു കൂട്ടം രാഷ്ട്രീയ നേതാക്കൾക്കാണ് സ്ഥാനമെന്ന് പറയുന്ന നിലപാടിൽ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. തികച്ചും ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണ്. ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചത് ശരിയായിട്ടില്ല, ശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുക. ഞങ്ങളെല്ലാവരും പ്രധാനമന്ത്രി സ്ഥാനത്തിനെ നല്ലോണം വിലപിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഞങ്ങളുടെ സ്ഥാനത്തിനെ ബഹുമാനിക്കുന്നില്ല എന്നൊരു റിഗ്രറ്റ് ഉണ്ട്. അതൊരു മര്യാദക്കേട് കാണുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ഇവർ പ്രതിഷേധമറിയിച്ചു. വിവാദത്തിനിടെ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. തുടർന്ന് ക്ഷേത്ര ദർശനവും നടത്തിയ ശേഷം തിരുവനന്തപുരം ടെക്നിക്കൽ ഏരിയയിൽ നിന്നും പ്രധാനമന്ത്രി ദില്ലിക്ക് മടങ്ങി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ശബരിമല ദർശനത്തിനെത്തിയ യുവതികളെ പ്രതിഷേധക്കാർ നീലിമലയിൽ തടഞ്ഞു. കണ്ണൂർ സ്വദേശിനി രേഷ്മ നിശാന്ത്, ഷാനില എന്നിവരെയാണ് തടഞ്ഞിരിക്കുന്നത്. ദർശനം നടത്താതെ തിരിച്ചു പോകില്ല എന്ന് യുവതികൾ അറിയിച്ചു. യുവതികളെ തടഞ്ഞ 5 പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി അഭിറാം ചേരുകയാണ്. അഭിറാം, പോലീസ് വലയത്തിൽ തന്നെ യുവതികൾ ഇപ്പോഴും തുടരുകയാണോ? അതോടൊപ്പം തന്നെ നീലിമലയിലും നടപ്പന്തലിലും ഉള്ള പ്രതിഷേധം ഏത് തരത്തിലാണ്? കൂടുതൽ പ്രതിഷേധക്കാരെ സംഘടിപ്പിക്കുന്ന തമ്പടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണോ ഇപ്പോഴും തുടരുന്നത്? വിശദാംശങ്ങൾ. ശബരിമല ദർശനത്തിനെത്തിയ 2 യുവതികളെ പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ സ്വദേശിനി രേഷ്മ നിശാന്ത്, ഷാനില എന്നിവരെയാണ് പ്രതിഷേധക്കാർ തടഞ്ഞിരിക്കുന്നത്. പോലീസ് എല്ലാ സുരക്ഷകളുമായി തന്നെ രംഗത്തുണ്ട്. പോലീസ് വലയത്തിലാണ് ഇവർ ഉള്ളത്. കഴിഞ്ഞ 3 മണിക്കൂറുകളായി ഇവർ പോലീസ് വലയത്തിൽ തുടരുകയാണ്. 8 പേരടങ്ങുന്ന സംഘമായാണ് ഇവരെത്തിയത്. 6 പുരുഷന്മാരും 2 സ്ത്രീകളും. എന്നാൽ പുരുഷന്മാരെ ഉൾപ്പെടെ ദർശനം നടത്താൻ കടത്തിവിടില്ല എന്ന തരത്തിൽ പ്രതിഷേധക്കാർ സജീവമായി തന്നെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. നേരത്തെ തന്നെ പ്രതിഷേധത്തിന്റെ ആക്കം കൂടിയ സാഹചര്യത്തിൽ പോലീസ് 5 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതര സംസ്ഥാനക്കാരടക്കം പ്രതിഷേധവുമായി നീലിമലയിൽ അടക്കം തുടരുന്ന ഒരു സാഹചര്യമാണ്. പോലീസ് എല്ലാവിധത്തിലും യുവതികൾക്ക് സുരക്ഷ ഒരുക്കുമ്പോഴും ബലപ്രയോഗത്തിനുള്ള സാധ്യതകൾ ഇല്ലാത്തതിനാലും ശബരിമലയിലെ സമാധാന അന്തരീക്ഷം തുടരേണ്ട സാഹചര്യമുള്ളതിനാലും പോലീസ് ഇപ്പോൾ യുവതികൾക്ക് സുരക്ഷ ഒരുക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരോട് ചർച്ച ചെയ്ത് ഇനി മുന്നോട്ട് ഏത് തരത്തിൽ നീങ്ങാം, യുവതികൾ ശബരിമല ദർശനം നടത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഇനി കൂടുതൽ സുരക്ഷ ഏത് തരത്തിൽ ഒരുക്കാം എന്നുള്ളതെല്ലാം വരും മണിക്കൂറുകളിൽ, വരും നിമിഷങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരികയുള്ളൂ. എന്നാൽ പോലീസ് പ്രതിഷേധക്കാരിൽ നിന്ന് യുവതികളെ സുരക്ഷിതരാക്കി സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. തുലാമാസ പൂജകൾക്കായാലും ചിത്രാട്ട വിശേഷങ്ങൾക്കായാലും പ്രതിഷേധക്കാർ നടപ്പന്തലിലടക്കം പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴും കർമ്മസമിതി പ്രവർത്തകരടക്കം നടപ്പന്തലിൽ തമ്പടിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പോലീസ് ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള ഇന്നത്തെ ഷിഫ്റ്റിലുള്ള പോലീസുകാർ മാത്രമാണ് ഇപ്പോൾ യുവതികൾക്ക് സുരക്ഷയുമായി ഉള്ളത്. എന്നാൽ 2000 പോലീസുകാരെ തന്നെ സന്നിധാനത്ത് വിന്യസിച്ചിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പോലീസിന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഊർജിതമാണ്. എന്നാൽ വ്രതം നോറ്റ് ശബരിമല ദർശനത്തിനെത്തിയ തങ്ങൾ മടങ്ങാനില്ല എന്ന നിലപാടിൽ തന്നെയാണ് യുവതികൾ തുടരുന്നത്.